അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ് ശബ്ദവും പ്രകാശവും. സ്ഥിരമായിട്ട് ഒരു ചോദ്യം ശബ്ദവും പ്രകാശവും എന്ന ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ടോപ്പിക് ഇതാ സിലബസിലെ ഫിസിക്കൽ സയൻസിൽ ശബ്ദവും പ്രകാശം എന്ന ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ലാസ് 33ാമത്തെ ക്ലാസ്സാണ്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കമ്പനി ബോർഡ് LGS അതുപോലെ തന്നെ വെബ്കോ LTCയുടെ പെയ്ഡ് PDF നോട്ട് അവൈലബിൾ ആണ്. PDF നോട്ട്സ് വേണ്ടി 9496822117 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ശ്രദ്ധിക്കുക, പ്രകാശരശ്മിയുടെ കൂട്ടത്തെ അറിയപ്പെടുന്നത് പ്രകാശകിരണം അഥവാ ബീം ഓഫ് ലൈറ്റ് എന്നാണ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഓപ്റ്റിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഭൂമിയിൽ ജീവൻ നിലനിൽപ്പിൻ്റെ കാരണം ആധാരം എന്തെന്ന് വെച്ചാൽ സൂര്യനിൽ നിന്നുള്ള പ്രകാശമാണ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡാണ്. പ്രീവിയസ് ഇയർ ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളതാണ്. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡാണ്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമില്ല. പ്രകാശം അനുപ്രസന്ന തരംഗമാണ്, അതായത് ട്രാൻസ്വേഴ്സ് വേവ്സും കണ്ടെത്തിയ ആരെന്ന് വെച്ചാൽ അഗസ്റ്റിൻ ഫ്രെണലാണ്. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലാണ്. പ്രകാശ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം ശൂന്യതയാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത പോയിന്റ്, പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത കുറഞ്ഞ മാധ്യമം വജ്രമാണ്. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം വജ്രം. പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണമായ ക്വാണ്ടം അറിയപ്പെടുന്നതാണ് ഫോട്ടോൺ. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണമാണ് ടാക്യോൺ. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലൂടെയാണെന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാട്ടാണ്. ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു എന്നർത്ഥം വരുന്ന മൂലകമാണ് ഫോസ്ഫറസ്. കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം ചോദിച്ചാൽ മഞ്ഞയാണ്. മഞ്ഞുള്ള പ്രദേശങ്ങളിൽ മോട്ടോർ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കുന്ന നിറം മഞ്ഞയാണ്. സയൻറ്റിഫിക് ലബോറട്ടറികളിലെ അപകടത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന നിറം മഞ്ഞയാണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത പോയിന്റ്, പ്രകാശത്തിൻ്റെ വേഗത ഏതാണ്ട് കൃത്യമായി കണക്കാക്കിയ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് എ മെക്കൻസൺ ആണ്. പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് ആങ്സ്ട്രോം ആണെന്ന് ഓർത്തിക്കുക. പ്രകാശ തീവ്രത യൂണിറ്റോ കാൻഡല ചോദിച്ചിട്ടുള്ളതാണ്. പ്രകാശ സാന്ദ്രത എന്തെന്ന് വെച്ചാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് ചോദിച്ചാൽ പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ മാധ്യമം അതിൻ്റെ വേഗത എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിനെ കണക്കാക്കുന്ന അളവാണ് പ്രകാശിക സാന്ദ്രത അഥവാ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന്. പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ പ്രകാശം വേഗത കുറയുന്നു. മാധ്യമങ്ങളെ പ്രകാശ സാന്ദ്രത കൂടി വരുന്ന ക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് നോക്കാം. വജ്രത്തിലാണ് കുറവ്, ഗ്ലാസ് കുറച്ചുകൂടി കൂടുതൽ, ജലത്തിൽ കുറച്ചും കൂടുതൽ, വായുവിൽ ഏറ്റവും കൂടുതൽ. ഓക്കെ, അടുത്ത, പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരം അതിനെ പ്രകാശവർഷം അഥവാ ലൈറ്റ് ഇയർ എന്ന് പറയുന്നു. ഒരു പാർ സെക്കൻഡ് എന്നത് 3.26 പ്രകാശവർഷമാണ്. അടുത്ത, പ്രകാശം അനുപ്രസ്ഥന തരംഗവും അതായത് ട്രാൻസ്വേഴ്സ് വേവും ശബ്ദം അനുദൈർഘ്യ തരംഗവുമാണ്, ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി വർണ്ണങ്ങൾ നമുക്ക് നോക്കാം. ദൃശ്യപ്രകാശത്തിൻ്റെ ഘടകവർണ്ണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്. തരംഗദൈർഘ്യം കൂടിയ നിറമാണ് ചുവപ്പ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. തരംഗദൈർഘ്യം കുറഞ്ഞ നിറം വയലറ്റ് ആണ്. ആവർത്തി കൂടിയ നിറം വയലറ്റ്, ആവർത്തി കുറഞ്ഞ നിറം ചുവപ്പ്. എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറമാണ് വെള്ള. എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന നിറം കറുപ്പാണെന്ന് ഓർത്ത് വയ്ക്കുക. ഏറ്റവും കൂടുതൽ വിസരണം വിധേയമാകുന്ന നിറം വയലറ്റ്. ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറം ചുവപ്പ്. അടുത്ത്, ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറം കറുപ്പാണ്. ഏറ്റവും കുറച്ച് താപം ആഗിരണം ചെയ്യുന്ന നിറം വെള്ള. അടുത്ത്, ടെലിവിഷനിലെ പ്രാഥമിക വർണ്ണങ്ങൾ പച്ച, നീല, ചുവപ്പാണ്. പെയിൻറ്റിലെ പിഗ്മെൻറ്റ് പ്രാഥമിക വർണ്ണങ്ങൾ ചുവപ്പ്, മഞ്ഞ, നീല. അച്ചടിയിലെ പ്രാഥമിക വർണ്ണങ്ങൾ സിയാൻ, മജന്ത, മഞ്ഞ, കറുപ്പ് എന്നിവയാണ്. രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു ദ്വിതീയ വർണ്ണമായി ഉണ്ടാകുന്നു. ശ്രദ്ധിച്ചോളാം. പച്ചയും ചുവപ്പും ചേർന്നാൽ ഉണ്ടാകുന്ന ദ്വിതീയ വർണ്ണമാണ് മഞ്ഞ. ഓക്കെ, പച്ചയും ചുവപ്പും. ഇത് നമുക്ക് ജസ്റ്റ് ഒരു കോഡായിട്ട് പഠിക്കാം. ഗ്രീൻ RB, ഓക്കെ, യെല്ലോ, മജന്ത, സിയാൻ. ഓക്കെ, ഇത് കോഡ് പഠിക്കാം, കോഡായിട്ട് തന്നെ പഠിക്കാം. ഇത് ജി ഒരു ത്രികോണം വരയ്ക്കുക. ജി ഗർഭിണിയായ, ഗ്രീൻ ഗർഭിണിയായ രണ്ടാം ഭാര്യ, R രണ്ടാം ഭാര്യ, അതിൽ ബി
രണ്ടും കൂടി ചേരുമ്പോൾ ഗ്രീനും റെഡും കൂടി ചേരുമ്പോൾ യമുനയിൽ, റെഡും ബ്ലൂവും കൂടി ചേരുമ്പോൾ മുങ്ങി, അത് ഗ്രീനും ബ്ലൂവും കൂടി ചേരുമ്പോൾ സിയാൻ, അതായത് ചത്തു. ഓക്കെ, ഗർഭിണിയായ രണ്ടാം ഭാര്യ യമുനയിൽ മുങ്ങി ചത്തു. ഓക്കെ, ജസ്റ്റ് ഒരു കോഡാണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, നിങ്ങൾക്ക് ഒരിക്കലും മറന്നു പോകത്തില്ല. പച്ചയും നീലയും കൂടെ ചേർന്നാൽ സിയാൻ, പച്ചയും നീലയും കൂടെ ചേർന്നാൽ സിയാൻ. ഓക്കെ, ചുവപ്പും നീലയും കൂടെ ചേർന്നാൽ അതായത് ഗ്രീൻ റെഡും കൂടി ചേർന്നാൽ എന്താ, ചുവപ്പും നീലയും. ഓക്കെ, ചുവപ്പും നീലയും കൂടെ ചേർന്നാൽ എന്താ, മജന്ത. ഓക്കെ, ചുവപ്പും റെഡും ബ്ലൂവും കൂടെ ചേർന്നാൽ മജന്ത. ഓക്കെ, സിമ്പിളായിട്ട് പഠിച്ചു വയ്ക്കുക, ഈ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കാനുള്ള കോഡാണ് ഗർഭിണിയായ രണ്ടാം ഭാര്യ യമുനയിൽ മുങ്ങിച്ചെത്തു. ഓക്കെ, അടുത്ത പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗം ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ലിയോൺ ഫുക്കാട്ട് എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത പോയിന്റ്, വ്യത്യസ്തമായ മാധ്യമങ്ങളിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത അളവിലാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ലിയോൺ ഫുക്കാട്ട് എന്ന് ഓർത്തിക്കുക. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ടാക്യൂൺസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ECG സുദർശനാണ്. പ്രകാശത്തിന് കണികാ സിദ്ധാന്തം കണ്ടെത്തിയത് ഐസക് ന്യൂട്ടനാണ്. പ്രകാശത്തിന് തരംഗ സിദ്ധാന്തം കണ്ടെത്തിയത് ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണെന്ന് ഓർത്തിക്കുക. ആദ്യമായി പ്രകാശത്തിൻ്റെ വേഗത കണക്കാക്കിയ ശാസ്ത്രജ്ഞനാണ് റോമർ. പ്രകാശത്തിൻ്റെ വേഗത ഏതാണ്ട് കൃത്യമായി കണക്കാക്കിയ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് എ മൈക്കൽസൺ ആണ്. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണെന്ന് ഓർത്തുക. ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക്. പ്രകാശം അനുപ്രസ്ഥന തരംഗങ്ങളാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ അഗസ്റ്റിൻ ഫ്രണൽ. അടുത്ത പോയിന്റ്, പ്രകാശം വൈദ്യുത കാന്തിക തരംഗങ്ങളാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി ഹെർട്സ് ആണെന്ന് ഓർത്തിക്കുക. പ്രാഥമിക വർണ്ണങ്ങൾ 3 തത്വം ആവിഷ്കരിച്ചത് തോമസ് യങ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത പോയിന്റ്, ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. പ്രകാശരശ്മികൾ സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങളുടെ ഉപരിതലത്തിൽ പതിക്കുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺ ഉത്സർജിക്കുന്ന പ്രതിഭാസമാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്ന് പറയുന്നത്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹെൻറി ഹെർട്സ് ആണെന്ന് ഓർത്തിക്കുക. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ 1921 ഭൗതിക ശാസ്ത്ര നോബൽ അർഹനായി. സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വമാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. അടുത്ത പ്രകീർണനം അഥവാ ഡിസ്പേഴ്സൺ എന്നാണെന്ന് നോക്കാം. സമന്വിത വർണ്ണങ്ങൾ അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം എന്ന് പറയുന്നത്. മഴവില്ലുണ്ടാകുന്നതിന് കാരണം ഏതൊക്കെയെന്ന് വെച്ചാൽ പ്രകീർണനമാണ്. ഓക്കെ, മഴവില്ലുണ്ടാകുന്നതിന് കാരണമായ പ്രതിഭാസമാണ് പ്രകാശ പ്രതിഭാസമാണ് പ്രകീർണനം. മഴവില്ലുണ്ടാകുന്നതിന് മറ്റു കാരണങ്ങളുണ്ട്, അപവർത്തനവും അതുപോലെ പൂർണ്ണാന്തരിക പ്രതിഫലനം അഥവാ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അടുത്ത മഴവില്ലിൻ്റെ ആകൃതി അർദ്ധവൃത്താകൃതിയാണ്. മഴവില്ലിലെ സപ്തവർണ്ണങ്ങളിൽ ഏറ്റവും പുറത്ത് കാണുന്ന നിറം ചുവപ്പാണ്. മഴവില്ലിലെ സപ്തവർണ്ണങ്ങളിൽ ഏറ്റവും അകത്ത് കാണുന്ന നിറം വയലറ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. മഴവില്ലിലെ സപ്തവർണ്ണങ്ങളിൽ നടുക്ക് കാണുന്ന നിറം പച്ച എന്ന് ഓർത്ത് വയ്ക്കുക. ഈ മൂന്നും ചോദിച്ച് കഴിഞ്ഞ ചോദ്യമാണ്, കൃത്യമായിട്ട് ഓർത്ത് വെച്ച് പഠിച്ചോളാം. മഴവില്ലിൽ എപ്പോഴും സൂര്യന് എതിർദിശയിലാണ് കാണപ്പെടുന്നത്. പ്രഭാതത്തിൽ പടിഞ്ഞാറ് ദിശയിലും ഉച്ചയ്ക്ക് ശേഷം കിഴക്ക് ഭാഗത്തുമാണ് മഴവില്ല് കാണുന്നത്. കാരണം നമ്മൾ പറഞ്ഞു സൂര്യൻ്റെ എതിർദിശയിലാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. മഴവില്ല് വയലറ്റ് കാണുന്ന കോണളവ് 40.8 ഡിഗ്രിയും മഴവില്ല് ചുവപ്പ് കാണപ്പെടുന്ന കോണളവ് 42.8 ഡിഗ്രിയുമാണ്. ധവളപ്രകാശത്തെ ഘടകവർണ്ണങ്ങളായി വേർതിരി കഴിയുമെന്ന കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൻ എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത വിസരണം അഥവാ സ്കാറ്ററിംഗ് എന്താണെന്ന് നോക്കാം. അന്തരീക്ഷവായുവിലെ പൊടിപടലങ്ങളിൽ തട്ടി പ്രകാശത്തിനുണ്ടാകുന്ന ഭാഗിക പ്രതിഫലനമാണ് വിസരണം എന്ന് പറയുന്നത്. ആകാശം നീലനിറത്തിൽ കാണുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് വിസരണം അഥവാ സ്കാറ്ററിംഗ്. ആകാശത്തിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് ലോർഡ് റെയ്ലി എന്ന് ഓർത്ത് വയ്ക്കുക. അന്തരീക്ഷ വായുവില്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറം എന്തെന്ന് ചോദിച്ചാൽ കറുപ്പാണ്. ചന്ദ്രനിൽ ആകാശത്തിൻ്റെ നിറം കറുപ്പാണ്. ചന്ദ്രനിൽ ആകാശത്തിൻ്റെ കറുപ്പ് നിറത്തിന് കാരണം ചന്ദ്രനിൽ എന്തില്ല, അന്തരീക്ഷമില്ലാത്തതിനാണ് വിസരണം സാധ്യമാകാത്തത് കൊണ്ടാണ് കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. സമുദ്രജലം നീല നിറമുള്ളതായി തോന്നിക്കുന്നതിന് കാരണമായ പ്രതിഭാസമാണ് വിസരണം എന്ന് ഓർത്തുക. കടലിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് CV രാമൻ. അത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അഥവാ സമജ്ഞനക്ഷമത എന്താണെന്ന് നോക്കാം. ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവവും കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അഥവാ സമജ്ഞനക്ഷമത എന്ന് പറയുന്നത്. പെർസിസ്റ്റൻസ് ഓഫ് വിഷനിൽ ദൃശ്യാനുഭൂതി കണ്ണിൽ തങ്ങി നിൽക്കുന്നത് എത്ര സെക്കൻഡ് സമയത്തേക്കാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 16 സെക്കൻഡ് സമയത്തിലാണ് എന്ന് കൃത്യമായിട്ട് ഓർത്ത് വെച്ച് പഠിക്കുക. അടുത്ത റിഫ്ലക്ഷൻ അഥവാ പ്രതിഫലനം എന്താണെന്ന് നോക്കാം.
മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം. ഒരു പ്രതലത്തിൽ പതിക്കുന്ന കിരണം പതനകിരണം അഥവാ ഇൻസിഡന്റ് റേ എന്നും പ്രതലത്തിൽ നിന്ന് തിരിച്ചു വരുന്ന കിരണത്തെ പ്രതിപതന കിരണം അഥവാ റിഫ്ലക്റ്റ് റേ എന്നും പറയപ്പെടുന്നു. പൂർണ്ണ ആന്തരിക പ്രതിഫലനം അഥവാ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രതിഭാസമാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് ഓർത്തുവയ്ക്കുക. ഓപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗം വിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം അഥവാ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓപ്റ്റിക് ഫൈബേഴ്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു നരീന്ദ്ര സിംഗ് ഖപാനി എന്ന് ഓർത്തുവയ്ക്കുക. നരീന്ദ്ര സിംഗ് ഖപാനി. ശരീരത്തെ ആന്തരഭാഗങ്ങൾ കാണാൻ വൈദ്യശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന എൻഡോസ്കോപ്പിയിലൂടെ പ്രവർത്തിക്കുന്നത് പൂർണ്ണ ആന്തരിക പ്രതിഫലനത്തിലൂടെയാണ്. അടുത്ത അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ നോക്കാം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ദിശയിലുണ്ടാകുന്ന വ്യതിയാനത്തെ അറിയപ്പെടുന്നതാണ് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ എന്നാണ്. മരുഭൂമിയിൽ കാണപ്പെടുന്ന മരീചിക പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസം എന്ന് വെച്ചാൽ അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ എന്ന് ഓർത്ത് വയ്ക്കാം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമായ പ്രതിഭാസമാണ് അപവർത്തനം. ജലം നിറച്ച ഗ്ലാസിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായി തോന്നാൻ കാരണവും അപവർത്തനമാണ്. ഓപ്ഷൻസ് ചോദിക്കാം. ജലത്തിൽ അത് ആഴ്ത്തി വെച്ചിരിക്കുന്നത് കമ്പ് വളഞ്ഞതായി തോന്നാൻ കാരണം അപവർത്തനമാണ് അഥവാ റിഫ്രാക്ഷനാണ്. അടുത്ത് ഡിഫ്രാക്ഷൻ എന്താണെന്ന് നോക്കാം. സൂക്ഷ്മങ്ങളായ അതാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സൂര്യനും ചുറ്റുമുള്ള വലയത്തിന് കാരണം ഡിഫ്രാക്ഷനാണ്. CD-യിൽ കാണപ്പെടുന്ന വർണ്ണരാജി മഴവിൽ നിറങ്ങൾക്ക് കാരണം ഡിഫ്രാക്ഷനാണ്. അടുത്ത ഇൻ്റർഫെറൻസ് എന്തെന്ന് നോക്കാം. ഒന്നിലേറെ പ്രകാശതരങ്ങൾ ഒരേ സ്ഥലത്തെത്തുമ്പോൾ അവയുടെ ഫലങ്ങൾ കൂട്ടിച്ചേരുമുണ്ടാകുന്ന പ്രതിഭാസമാണ് ഇൻ്റർഫെറൻസ്. സോപ്പ് കുമിളയിലും വെള്ളത്തിലുമുള്ള എണ്ണപ്പാളിയിൽ കാണുന്ന മനോഹര വർണ്ണങ്ങൾക്ക് കാരണം ഇൻ്റർഫെറൻസ് ആണ്. ഇൻഫ്രാറെഡ് കിരണങ്ങൾ എന്താണെന്ന് നോക്കാം. ഇൻഫ്രാറെഡ് കിരണങ്ങളാണ് കണ്ടെത്തിയത് വില്യം ഷെർഗലാണ്. സൂര്യപ്രകാശത്തിൽ താപകിരണങ്ങൾ അറിയപ്പെടുന്നത് ഇൻഫ്രാറെഡ് ആണ്. വിദൂര വസ്തുക്കളെ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്ന പ്രകാശകിരണമാണ് ഇൻഫ്രാറെഡ് കിരണം. വിസരണം കുറവായതിനാലാണ് ഇൻഫ്രാറെഡ് കിരണങ്ങൾ വിദൂര ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. വിസരണം കുറവായതുകൊണ്ട്, സ്കാറ്ററിംഗ് കുറവായതുകൊണ്ടാണ്. ഓക്കെ. അടുത്ത രാത്രികാലങ്ങളിൽ സൈനികർ ഉപയോഗിക്കുന്ന കിരണമാണ് ഇൻഫ്രാറെഡ്. TV റിമോട്ട് ഉപയോഗിക്കുന്ന കിരണം ഇൻഫ്രാറെഡ് ആണ്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണെന്ന് ഓർത്തു വയ്ക്കുക. അൾട്രാവയലറ്റ് കിരണങ്ങൾ സൂര്യാഘാതം ഉണ്ടാകുവാൻ കാരണമായ കിരണമാണ് അൾട്രാവയലറ്റ്. സൺബേണിന് കാരണമാകുന്ന അൾട്രാവയലറ്റ് എന്ന് ഓർത്തു വയ്ക്കുക. കള്ളനോട്ട് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കിരണമാണ് അൾട്രാവയലറ്റ്. നെയ്യിലെ മായം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കിരണമാണ് അൾട്രാവയലറ്റ്. സൂര്യനിൽ നിന്ന് അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ഓസോൺ പാളി. ഓസോൺ പാളിയുടെ നിറം ഇളം നീല എന്ന് ഓർത്തിരിക്കാതെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന കിരണമാണ് അൾട്രാവയലറ്റ്. ട്യൂബ് ലൈറ്റിനുള്ളിൽ പ്രകാശകിരണങ്ങൾ അൾട്രാവയലറ്റ് കിരണങ്ങളാണ്. ശരീരത്തിലെ വിറ്റാമിൻ D ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശകിരണമാണ് അൾട്രാവയലറ്റ്. കോസ്മിക് കിരണങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ വിക്ടർ ഹെഗ്സ് എന്ന് ഓർത്തു വയ്ക്കാം. ലേസർ കിരണങ്ങൾ നോക്കാം. ലേസർ എന്നത് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നാണ്. ലേസർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് തിയോഡർ മെയാൻ 1960. ക്യാൻസർ ചികിത്സയിൽ ലേസർ ഉപയോഗിച്ച് വരുന്നു എന്ന് ഓർത്തു വയ്ക്കുക. ഏറ്റവും കടുപ്പമുള്ള വസ്തുക്കളെ മുറിക്കാൻ ഉപയോഗിക്കുന്ന രശ്മിയാണ് ലേസർ രശ്മി എന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത മേസർ കിരണങ്ങൾ എന്താണെന്ന് നോക്കാം. മേസർ എന്നത് മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് ആണ്. എമിഷൻ റേഡിയേഷൻ എന്നാണ്. മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നാണ്. ഓക്കെ. അടുത്ത മേസർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ചാൾസ് H. ടൗൺസ്. അടുത്ത് റഡാർ എന്ന് നോക്കാം. റഡാർ എന്നാൽ റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് ആണ്. റഡാർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് H. ടൈലർ, ലിയോ C. യങ്. ക്ലിയർ. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ശബ്ദമാണ്. രണ്ടാമത്തെ ടോപ്പിക്ക് ശബ്ദം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്വസ്റ്റിക് എന്ന് എല്ലാവർക്കും അറിയാം. ശബ്ദം ഉണ്ടാകാനുള്ള കാരണം ഭൗതിക വസ്തുക്കളുടെ കമ്പനമാണ്. ശബ്ദം ഏത് രൂപത്തിലാണ് സഞ്ചരിക്കുന്നത്? തരംഗ രൂപത്തിലാണ്. സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുള്ള തരംഗമാണ് യാന്ത്രിക തരംഗങ്ങൾ എന്ന് ഓർത്തിക്കുക. ഒരു യാന്ത്രിക തരംഗത്തിൻ്റെ ഉദാഹരണമായ ശബ്ദ തരംഗങ്ങൾ. സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്ത തരംഗങ്ങളാണ് വൈദ്യുത കാന്തിക തരംഗങ്ങൾ. അനുദൈർഘ്യ തരംഗം ഉദാഹരണമാണ് ശബ്ദം. മനുഷ്യൻ്റെ ശ്രവണ പരിധി 20 മുതൽ 20,000 ഹെർട്സ് വരെയാണ്. മനുഷ്യൻ്റെ ശ്രവണ പരിധി 20 ഹെർട്സിന് താഴെയുള്ള ശബ്ദത്തെ ഇൻഫ്രാസോണിക് ശബ്ദം എന്ന് പറയുന്നു. മനുഷ്യൻ്റെ ശ്രവണ പരിധി 20,000 ഹെർട്സിന് ഉയർന്ന ശബ്ദമാണ് അൾട്രാസോണിക് സൗണ്ട്. ശബ്ദത്തേക്കാൾ കുറഞ്ഞ വേഗത
ആണ് സബ്സോണിക് സൗണ്ട് എന്ന് പറയുന്നത്. ശബ്ദത്തേക്കാൾ വേഗത കൂടിയത് സൂപ്പർ സോണിക് എന്ന് പറയും. ഓക്കെ, സൂപ്പർ സോണിക് വിമാനങ്ങൾ വേഗത കണക്കാക്കുന്നത് മാക് നമ്പറാണ്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരു മാക് നമ്പർ എന്ന് പറയുന്നത് ശബ്ദ വേഗത്തിൻ്റെ പ്രവേഗത്തിൻ്റെ തുല്യമാണെന്ന് ഓർത്തുവയ്ക്കുക. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗതയുള്ള ഹൈപ്പർ സോണിക് എന്ന് പറയുന്നത്. ഓക്കെ, സംഗീത സ്വരത്തെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണോമീറ്റർ എന്ന് ഓർത്തുവയ്ക്കുക. ആ പദാർത്ഥത്തിൻ്റെ ഏത് അവസ്ഥയിലാണ് ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടുന്നതെന്ന് ചോദിച്ചാൽ ഖരാവസ്ഥയിലാണ്. മനുഷ്യനെ ശ്രവണം സാധ്യമാക്കുന്നതും നായകളെ വിളിക്കാൻ സാധ്യമാകാത്തതും നായകളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽട്ടൺ വിസിൽ എന്ന് ഓർത്തുവയ്ക്കുക. 0 ഡിഗ്രി ഊഷ്മാവിൽ വായുവിൻ്റെ ശബ്ദം 333 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്നാൽ സാധാരണ ഊഷ്മാവിൽ ശബ്ദത്തിൻ്റെ വേഗം 340 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് ഓർത്തുവയ്ക്കുക. ഊഷ്മാവ് കൂടുന്നതിനനുസരിച്ച് ശബ്ദപ്രവേഗം കൂടുന്നു ഓർത്തുവയ്ക്കുക. ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം ആശയവിനിമയത്തിന് റേഡിയോ സംവിധാനം ഉപയോഗിക്കാൻ കാരണം ശബ്ദം ശൂന്യതയിൽ സഞ്ചരിക്കില്ല. അതാണ് മീഡിയം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പരസ്പര ആശയവിനിമയത്തിന് റേഡിയോ സംവിധാനം ഉപയോഗിക്കാൻ കാരണം. ഓക്കെ, ശരീരത്തിലെ മുഴകൾ കണ്ടെത്താനും മൂത്രാശയക്കല്ല് പൊടിച്ച് നീക്കാനും ഉപയോഗിക്കുന്നതാണ് അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയുന്നത്. അടുത്ത ആന്തരിക അവയവങ്ങളുടെ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഉയർന്ന ആവൃത്തിയുള്ള ശബ്ദതരംഗമാണ് അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ട് പുറപ്പെടുവിക്കാൻ ഉപയോഗിക്കുന്ന പ്രതിധ്വനി സ്വീകരിക്കാൻ കഴിയുന്ന ഉപകരണമാണ് ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, അൾട്രാസൗണ്ട് പുറപ്പെടുവിക്കാനും അതിൻ്റെ പ്രതിധ്വനി സ്വീകരിക്കാൻ കഴിയുന്ന ഉപകരണമാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് ഓർത്തുവയ്ക്കുക. ശബ്ദത്തിൻ്റെ ഈ ശ്രവണ സ്ഥിരത 1/10 സെക്കൻഡാണെന്ന് ഓർത്തുവയ്ക്കുക. ശബ്ദത്തിൻ്റെ പ്രതിഫലനം അറിയപ്പെടുന്ന പ്രതിധ്വനി എന്നാണ്. പ്രതിധ്വനിക്ക് ശബ്ദസ്രോതസ്സും വസ്തുവും തമ്മിലുള്ള ഉണ്ടാകേണ്ട കുറഞ്ഞ അകലം 17 മീറ്റർ ഉണ്ടെങ്കിലേ പ്രതിധ്വനി ഉണ്ടാവുകയുള്ളൂ എന്ന് ഓർത്തുക. സിനിമാ തിയേറ്ററിലെ ഭിത്തി പരുപരുത്ത് നിർമ്മിക്കാൻ കാരണം പ്രതിധ്വനി ഒഴിവാക്കാനാണ്. ജലത്തിനടിയിൽ ശബ്ദമളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോഫോൺ എന്ന് ഓർത്തുക. കേൾവിക്കുറവ് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡിയോ ഹോൺ. അടുത്ത ശബ്ദവേഗത ഏറ്റവും കൂടിയ മാധ്യമമാണ് സ്റ്റീൽ എന്ന് ഓർത്തുവയ്ക്കുക. സമുദ്ര ആഴം അളക്കാനും അതുപോലെ തന്നെ സമുദ്രത്തിൻ്റെ അടിയിലെ വസ്തുക്കളുടെ സ്ഥാനം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ടോക്മോ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. സോണാർ സിസ്റ്റത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങളാണ്. ഡോപ്ലർ പ്രതിഭാസം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ ശബ്ദവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തുവയ്ക്കുക. വാഹന വേഗത കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന പ്രതിഭാസമാണ് ഡോപ്ലർ പ്രതിഭാസം. ഡോപ്ലർ പ്രതിഭാസം ആവിഷ്കരിച്ചത് ക്രിസ്റ്റ്യൻ ആൻഡ്രിയസ് ഡോപ്ലർ ആണെന്ന് ഓർത്തുവയ്ക്കുക. വിവിധ വസ്തുക്കൾ തട്ടി ശബ്ദം ആവർത്തിച്ച് പ്രതിഫലിക്കുന്ന പ്രക്രിയയാണ് അനുരണനം എന്ന് ഓർത്തുവയ്ക്കുക. പ്രകാശരശ്മി ഉപയോഗിച്ച് ശബ്ദം പ്രക്ഷേപണം ചെയ്യുന്ന രീതി ഫോട്ടോഫോൺ എന്ന് ഓർത്തുവയ്ക്കുക. 1 സെക്കൻഡിൽ വസ്തുവിനുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവർത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് എന്ന് ഓർത്തുവയ്ക്കുക. ശബ്ദത്തിൻ്റെ സഞ്ചാരപാതയ്ക്ക് ലംബമായി യൂണിറ്റ് വിസ്തീർണത്തിൽ 1 സെക്കൻഡിൽ കടന്നു പോകുന്നതാണ് എന്ന് പറയുന്നത് ഹെഡ്സ് എന്ന് പറയുന്നത്. പോകുന്ന ശബ്ദോർജ്ജത്തിൻ്റെ അളവാണ്. അതായത് ശബ്ദത്തിൻ്റെ സഞ്ചാരപാതയിൽ ലംബമായി യൂണിറ്റ് വിസ്തൃതിയിൽ 1 സെക്കൻഡ് കടന്നു പോകുന്ന ശബ്ദോർജ്ജത്തിൻ്റെ അളവാണ് ശബ്ദ തീവ്രത എന്ന് പറയുന്നത്. ശബ്ദത്തിൻ്റെ SI യൂണിറ്റ് വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണെന്ന് ഓർത്തുവയ്ക്കുക. ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ എന്നുകൂടി ഓർത്തുവയ്ക്കുക. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഡെസിബൽ. ശബ്ദം ചെവിയിലുണ്ടാക്കുന്ന കേൾവിയുടെ നിലയാണ് ഉച്ചത എന്ന് പറയുന്നത്. ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബലാണ്. കേൾക്കുന്ന ശബ്ദത്തിന് കൂർമ്മതയുള്ള അളവിനെയാണ് സ്ഥായി അഥവാ ശ്രുതി എന്ന് പറയുന്നത്. ശബ്ദസ്ഥായി അളക്കുന്ന യൂണിറ്റ് ടോണോമീറ്റർ എന്ന് ഓർത്തുവയ്ക്കാം. കഷ്ടിച്ച് കേൾക്കാവുന്ന ശബ്ദത്തെ 0 മുതൽ 10 ഡെസിബലാണ്. സാധാരണ ശബ്ദം 40 മുതൽ 60 ഡെസിബൽ വരെയാണ്. പാർപ്പിട മേഖലയിൽ അനുവദനീയമായ ശബ്ദം പകൽ സമയത്ത് 50 ഡെസിബൽ, രാത്രി 40 ഡെസിബലാണ്. ചെവി അസ്വസ്ഥമാക്കുന്ന ഉച്ചത ശബ്ദമാണ് 120 ഡെസിബലിന് മുകളിലുള്ളത്. ശബ്ദമലിനീകരണത്തിന് കാരണമായ ശബ്ദ ഉച്ചതയാണ് 90 ഡെസിബലിന് മുകളിലുള്ളത് എന്നുകൂടി ഓർത്തുവയ്ക്കാം. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സുകളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകളെക്കുറിച്ച് ഇതിൻ്റെ PDF നോട്ട് വേണമെന്നുള്ളവർ കാണുന്ന തുടക്കത്തിൽ പറഞ്ഞ 9496822117 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് PDF നോട്ട് ലഭിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.